എടാ നമ്മൾ ഈ വീഡിയോയിൽ ഡിവിസിബിലിറ്റി ചെക്ക് ഓഫ് 6 ആണ് നോക്കാൻ പോകുന്നത്. അതായത് തന്നിരിക്കുന്ന ഒരു സംഖ്യ നമുക്ക് 6 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, അതായത് റിമൈൻഡർ 0 വരുന്ന രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നോക്കാം. എടാ ഈ 6ന് നമുക്ക് എങ്ങനെ എഴുതാം? 3 × 2 എന്നാക്കിക്കൂടെ? 3 × 2. അപ്പം നമ്മൾ 3യുടെ കണ്ടീഷനും 2ൻ്റെ കണ്ടീഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഡിവിസിബിലിറ്റി എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 6 ചെയ്യാനായിട്ട് ഇത് 2ൻ്റെ നോക്കിയാൽ മതി, മെനക്കെട്ടിരുന്ന് ഡിവൈഡ് ഒന്നും ചെയ്യണ്ട. ഒരു സംഖ്യ തരാണ് 486. ഈ ഒരു സംഖ്യ തന്നു. അപ്പോൾ ഫസ്റ്റ് നോക്കി ഇത് ഈവൻ ആണോ നോക്കുക. എൻ്റെ ചെയ്യുന്നത് ഈവൻ നമ്പർ ആണല്ലോ. അപ്പോൾ 2ൻ്റെ കണ്ടീഷൻ നോക്കി. ഇനി 3ൻ്റെ എന്താ നമ്മൾ പറഞ്ഞത്? സം. തന്നിരിക്കുന്ന സംഖ്യയുടെ ഓരോ ഡിജിറ്റും സം ചെയ്തെടുക്കുമ്പോൾ അത് 3ൻ്റെ മൾട്ടിപ്പിൾ ആണോ ചെക്ക് ചെയ്യുക. നമുക്ക് ചെക്ക് ചെയ്യാം. 4 + 8 + 6. 4 + 8 12 + 6 18 കിട്ടി. 18 3ൻ്റെ പട്ടികയിലുള്ളതല്ലേ? ആണല്ലോ. അതുകൊണ്ട് ഈ സംഖ്യ ഡിവൈഡ് ചെയ്യാൻ പറ്റും. പറ്റുമെന്ന് പറഞ്ഞാൽ പോലെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. നമുക്ക് ചെയ്ത് നോക്കാം. /6 ചെയ്യുമ്പോൾ ഇത് കിട്ടത്തില്ല. ഇതാകുമ്പോൾ 8 48 0 6 താഴത്ത് ഇറക്കി 1 ഡിവൈഡ് ആയില്ലേ. ഇനി വേറൊരു സംഖ്യ നോക്കാം. 966. ഓക്കെ, 3 വേണ്ട, 6 മതി. നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഈവൻ നമ്പറാണ്. സോ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ. നമ്മൾ ആദ്യം ഒരു കാര്യം നോക്കാം, ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു സംഖ്യ എടുത്തു, അതൊരു ഈവൻ നമ്പറാണ്. അതായത് ഇപ്പോൾ 2 4 6 8 10 12 ഇങ്ങനെയാണ് ആ ഒരു നമ്മൾ എടുക്കുന്ന ഒരു സംഖ്യ വരുന്നെങ്കിൽ ഈവൻ നമ്പേഴ്സിൻ്റെ ആണെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾസ് എന്തായാലും ഈവൻ ആയിരിക്കും. അതല്ലെന്ന് കണ്ടാൽ പിന്നെ നമ്മൾ നോക്കണ്ട, അതങ്ങ് വിട്ടേക്കുക. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ ഓഡ് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ആദ്യമേ അതങ്ങ് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ ഓഡിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഈവൻ നമ്പർ വരും, ഓഡ് നമ്പറും വരും. അപ്പോൾ ആ ഓഡ് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ഈവൻ്റെ കേസിൽ ഈവൻ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് സം ചെയ്യാം. 9 + 6 + 6. ഇത് നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ അറിയാം, എങ്ങനെ കൂട്ടിയാലും 3ൻ്റെ മൾട്ടിപ്പിൾ വരും. 15 + 6 21. അപ്പോൾ എന്താണ്, 3ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ തീർച്ചയായും ഇത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. /6 6 36 6 36 6 താഴത്തെ ഇറക്കി 1. ആൻസർ ആയില്ലേ? ഓക്കെ അല്ലേ?